പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ശക്തമേറിയ രീതിയിൽ പ്രകാശിപ്പിച്ച ദൈവശബ്ദം ഇതാണ്: നിങ്ങളെ ഒരു യാചകനായിട്ടല്ല ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. സാഹചര്യങ്ങളുടെ മേൽ വാഴുവാനായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് എന്നോടൊപ്പം ചേർന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു യാചകനല്ല. എന്നെ ദൈവം ഭൂമിയിലാക്കി വെച്ചത് വാഴുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നിങ്ങൾക്ക് ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട്. ആ അധികാരം നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുകയാണെങ്കിൽ ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണുവാൻ പറ്റും. ഇന്നും നിന്നെ അടിമപ്പെടുത്തുന്ന പലവിധമാകുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആ അടിമപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കൊന്നും നിന്റെ മേൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത രീതിയിൽ ദൈവത്തിന് നിന്നെ മാറ്റുവാൻ പറ്റും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ സകലതിനെയും വാഴുവാൻ വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എല്ലാ സാഹചര്യത്തിന്റെ മേലും നിനക്ക് വാഴുവാൻ പറ്റും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ശക്തമേറിയ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ? വലിയ ദൈവപ്രവർത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, ആമേൻ, ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രേ നിങ്ങൾ പ്രാപിച്ചത്. ഈ വാക്യം 1-2 കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. 1, നിങ്ങൾ ദാസനല്ല. 2, നിങ്ങൾ പുത്രനാണ്. ആമേൻ. ദാസൻ എന്ന് പറഞ്ഞാൽ അവന് ഒന്നിന്റെ മേലും അധികാരമില്ല. യജമാനൻ കൊടുക്കുന്ന അധികാരമല്ലാതെ അവന് വേറെ ഒരു അധികാരമില്ല. പുത്രൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെ മേലും അവന് അധികാരമുണ്ട്. അവനെയാണ് വാഴുവാൻ വേണ്ടി ഭവനത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ നിനക്ക് വാഴുവാൻ പറ്റും. നിനക്കതിന് റൂള് ചെയ്യാൻ പറ്റും. നിന്റെ മേൽ അതിനുള്ള ദൈവിക അധികാരം നൽകി തന്നിട്ടുണ്ട്. നിങ്ങൾ ദൈവവചനം പഠിച്ചു വരുമ്പോൾ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു. അപ്പന്റെ ഭവനത്തിൽ നിന്ന് തന്റെ സ്വത്ത് ചോദിച്ച് എല്ലാം വാങ്ങിച്ച് വിദൂരത്തേക്ക് കടന്നുപോയ ഒരു മകൻ ആ സ്വത്ത് മൊത്തം നാനാവിധമാക്കി കളവാനിടയായി തീർന്നു. അവസാനം അവൻ ഭക്ഷിക്കുവാൻ വേണ്ടി
പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കിട്ടുമോ എന്ന് ചിന്തിച്ചു അവിടെ പോയപ്പോൾ അതുപോലും കിട്ടാതെ അവൻ ഞെരുക്കത്തിലാകുവാനിടയായി തീർന്നു. എപ്പോഴും ഓർത്തുകൊള്ളുക, പിതാവായ ദൈവത്തെ വിട്ടുകൊണ്ട് നീ ഓടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മേഖലകളിൽ നീ ചെന്ന് കുടുങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഈ മകന് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. എന്റെ അപ്പൻ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അവന്റെ ഭവനത്തിൽ ദാസിദാസന്മാർ ഒരുപാട് ഭക്ഷിച്ച് സംതൃപ്തി അണഞ്ഞ് ജീവിക്കുന്നുണ്ട്. ഞാൻ ആ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോകുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ നാളുകളിൽ പിന്മാറ്റത്തിൽ കടന്നുപോയി, അങ്ങനെ ചിലരുണ്ട്, പിന്മാറ്റത്തിൽ കടന്നുപോയി. ഇനി പ്രാർത്ഥന വേണ്ട, ഇനി ആരാധന വേണ്ട, ഇനി ദൈവത്തെ വേണ്ട, ഇനി കൂട്ടായ്മ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്മാറിപ്പോയിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അപ്പന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരിക. അവിടെ നിനക്കു വേണ്ടി കരുതുന്ന ഒരു പിതാവുണ്ട്. ഇന്ന് ഞാനിത് പറയുമ്പോൾ അവന് എന്നെ കാണുവാൻ ആരുമില്ലല്ലോ, എനിക്കു വേണ്ടി കരുതുവാൻ ഭൂമിയിൽ ആരാണ് ഉള്ളത് എന്നുള്ള വലിയ ചോദ്യത്തിന്റെ നടുവിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ കാണുവാനും നിനക്കു വേണ്ടി കരുതുവാനും നിന്നെ സംരക്ഷിക്കുവാനും വേണ്ടി ഉയരത്തിൽ ഒരു ദൈവമുണ്ട്. നീ ഏകനല്ല, നീ ഏകയല്ല. അവൻ നിന്നെ കാണുവാനും നിന്നോട് കൂടെ സഞ്ചരിക്കുവാനും നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാനും വേണ്ടി പിതാവായ ദൈവം സന്നദ്ധമായി നിൽക്കുകയാണ്. ആ മകൻ ആ തിരിച്ചറിവ് അവൻ ഉണ്ടായപ്പോൾ അവൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവനോട് തന്നെ പറവാനിടയായി തീർന്നു, ഞാൻ ഭവനത്തിലെത്തുമ്പോൾ അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്നുള്ള പദം പറയും. എന്നാൽ ഇവിടെ ഒരു പിതാവ് മകനു വേണ്ടി കാത്തിരിക്കുകയാണ്. നീ എത്ര വലിയ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നിനക്കു വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗസ്ഥനായ നല്ല ഒരു പിതാവുണ്ട്. ആ പിതാവായ ദൈവം കാത്തിരിക്കുന്നത് കയ്യിൽ മോതിരം പിടിച്ചിട്ടാണ്. ഇവൻ എന്തെങ്കിലും മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ മോതിരം ഇവന്റെ കയ്യിലിടും. അത് അധികാരത്തെ കുറിക്കുന്നതാണ്, അത് പുത്രത്വത്തെ കുറിക്കുന്നതാണ്. അവൻ ഇനി അന്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം. അവൻ ഒരിക്കലും ദാസനാകാൻ പറ്റുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ മേൽ ഉള്ളത് പുത്രത്വമാണ്. അവൻ എന്നു കടന്നു വരുമോ അന്നു തൊട്ട ഭവനത്തെ അവൻ നിയന്ത്രിച്ചു തുടങ്ങും. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ ദാസനല്ല, നിങ്ങൾ മകനാണ്, നിങ്ങൾ മകളാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണല്ലോ, നിങ്ങൾ ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. ആ വേർഡ് വളരെ പവർഫുൾ ആണ്. യോഹന്നാന്റെ സുവിശേഷവും ലേഖനത്തിലൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച നിന്റെ മേൽ വാഴുന്നത്, നിന്റെ DNA എന്ന് പറയുന്നത്, നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവികമാണ്. ഏത് പ്രതിസന്ധിയും നിനക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നല്ലേ അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ആ മകൻ കടന്നു വന്നു,
അപ്പൻ അവനെ ദാസനായിട്ടല്ല സ്വീകരിച്ചത്, സ്വന്തം മകനായിട്ടാണ് സ്വീകരിച്ചത്. ഇതുപോലെ തന്നെ നിന്റെ മേൽ കിടക്കുന്ന കോളിംഗ്, നിന്റെ മേൽ കിടക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് നിങ്ങൾ പുത്രനാണ്, നിങ്ങൾ പുത്രിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു കൊല്ലുമ്പോൾ ആ അധികാരം, ആ പ്രിവിലേജ് നിങ്ങൾ തിരിച്ചറിയുക. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വചനങ്ങൾ കൈമാറുവാനും വചന ശബ്ദങ്ങൾ കൈമാറുവാനുമുള്ള സമയമാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, യാചിക്കാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. നിന്റെയും എന്റെയുമിൽ പകർന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ഞാൻ മകനാണ്, ഞാൻ മകളാണ്. എൻ്റെ മകന് എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് യാചിക്കുകയല്ല ചെയ്യുന്നത്. ഡാഡി എനിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അവൻ അത് വേണ്ടതാണെങ്കിൽ ഞാൻ അവന് 100% നൽകി കൊടുക്കും. കാരണം അവന്റെ റൈറ്റ് ആണത്. ഇതുപോലെ തന്നെ നിന്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില റൈറ്റുകളുണ്ട്. ഒന്ന്, രോഗസൗഖ്യം നിനക്കു വേണ്ടി പിതാവായ ദൈവം പുത്രനിൽ കൂടെ നൽകി തന്നതാണ്. ഇത് പറയുമ്പോൾ ഏതെങ്കിലും രോഗത്തിന്റെ കീഴിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ആ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അത്ഭുത രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവേ, ഞാൻ ഇവിടെ അങ്ങയുടെ മകനായി നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. ശാപത്തിൽ നിന്ന് ദൈവം നിന്നെ പൂർണ്ണമായി വിടുവിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ കടന്നവരായിരുന്നു, എന്നാൽ നിങ്ങളെ ഇപ്പോൾ അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നിന്റെ പ്രിവിലേജ് വലുതാണ്. നീ ഇരുട്ടിൽ കിടക്കേണ്ടവനല്ല, നീ ശാപത്തിന്റെ കീഴിൽ ആയിരിക്കേണ്ട വ്യക്തിയല്ല. നിന്റെ മേൽ പകരപ്പെട്ട ദൈവിക പ്രിവിലേജുകള് ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞാ മതി, ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടു വരും. ഈ തിരിച്ചറിവോടുകൂടി ഇന്ന് തൊട്ട് നടക്കുക. ഞാൻ യാചകനല്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വ്യക്തിയല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ മകനാണ്, ഞാൻ മകളാണ്, ഞാൻ സാഹചര്യങ്ങളെ വാഴേണ്ട വ്യക്തിയാണ്. യേശുക്രിസ്തു ഭൂമിയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നടക്കുവാനുള്ള അധികാരമാണ് ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണശേഷം യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കടന്നുപോയി. തന്റെ ശിഷ്യന്മാരെ ദൈവം ഭൂമിയിലാക്കി വെച്ചപ്പോൾ അവർ ദൈവിക അധികാരത്തിലാണ് നടന്നത്. ഒരു സാഹചര്യവും ഒരു കാരാഗ്രഹവും അവരെ തോൽപ്പിച്ചു കളഞ്ഞില്ല. ഒരു ബലഹീനതയ്ക്കും അവരെ തൊടുവാൻ പറ്റിയില്ല. കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്താണെന്ന്. ഇന്ന് ഈ തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ഈ തിരിച്ചറിവോടുകൂടി നീ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറുക. ഈ തിരിച്ചറിവോടുകൂടി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ നടന്നു കാണും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക.
ഞങ്ങൾ ദാസനല്ല, ഞങ്ങൾ ദാസിയല്ല, ഞങ്ങൾ മകനാണ്, മകളാണ്. അങ്ങനെയെങ്കിൽ ഒരു മകനും മകൾക്കും അവൻ ഉള്ള റൈറ്റുകളുണ്ട്. ആ റൈറ്റ്സിനെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ദാസനല്ലല്ലോ, ഞങ്ങളുടെ റൈറ്റാണ് രോഗസൗഖ്യം എന്നുള്ളത്. അത് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാപിക്കുകയാണ്. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. കടങ്ങൾ മാറട്ടെ. ജപ്തികളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഭയത്തിന്റെ ആത്മാവ് വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുക. ഹോസ്പിറ്റലുകൾ എഴുതി തള്ളിയ കേസുകളുടെ മേൽ അത്ഭുത കരം ചലിക്കട്ടെ. കാലിന്റെ മുട്ടിന്റെ വേദനയൊക്കെ അവൻ ഇന്ന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവം അത് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ? എല്ലാ ഞായറാഴ്ചയും ആമേൻ രാവിലെ 10:30 തൊട്ട് 12:30 1 മണി വരെയാണ്. നിങ്ങൾ വേറൊരു മീറ്റിങ്ങിന് കടന്നു പോകുന്നില്ലെങ്കിൽ, നിങ്ങൾ മലബാറിലുള്ള വ്യക്തിയാണെങ്കിൽ, പാലക്കാടിന്റെ അടുത്തുള്ള വ്യക്തികളാണെങ്കിൽ, ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.